കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും CPM BJP ഡീൽ നടന്നുവെന്ന് ആരോപിക്കുകയാണ് UDF സ്ഥാനാർത്ഥി CP ജോൺ. വാർഡ് വിഭജനത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാനുള്ള കളം ഒരുക്കി കൊടുത്തു. അതൊരു ഡീലായിരുന്നു. 2011 ഇത്തവണ ആവർത്തിക്കില്ലെന്നും വിജയമുറപ്പെന്നും CP ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത്തവണ വിജയപ്രതീക്ഷ 100%. ഞങ്ങൾ പോൾ ചെയ്ത വോട്ടിന്റെ ഭൂരിപക്ഷം വോട്ട് പിടിക്കണം. എത്ര വോട്ട് ഭൂരിപക്ഷം എന്നുള്ളതല്ല, 51% വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഈ വർഷമുണ്ട്. അപരന്മാരെ വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ അത് നേരോ മാർജിൻ വരുമ്പോഴല്ലേ ആവുള്ളൂ. നമുക്കിപ്പോൾ മേജർ പാർട്ടികൾ അങ്ങനെ ആളുകളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പരാജയ ഭീതി കൊണ്ട് മാത്രമാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭീതിയില്ല. തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ നമ്മൾ പല വിവാദങ്ങളും കേൾക്കാറുണ്ട്. അതിൽ ഇത്തവണ കേട്ട പ്രധാന വിവാദങ്ങളിലൊന്ന് ഈ ഡീൽ വിവാദമാണ്. ഈ ഒരു മണ്ഡലത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടോ? 3 മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനെ ഗൗരവത്തോടു കൂടിയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ BJP വലിയ സ്വാധീനം ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല, അതിന് മാത്രം വോട്ട് വർധനയൊന്നും BJP ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ BJPക്ക് ഇവിടെ ജയിക്കാനുള്ള കളമൊരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. BJPക്ക് ജയസാധ്യതയുള്ള വാർഡുകളിലൊക്കെ 6000 വോട്ട്, 5000 വോട്ട്, UDFന് ജയസാധ്യതയുള്ള സ്ഥലത്തൊക്കെ 15000 വോട്ട്. ഇനി പോട്ടെ, ഇവിടെ എന്തായാലും BJP ജയിക്കില്ലല്ലോ. ഈ ഏരിയയിൽ, ഈ കടപ്പുറം ഏരിയയിൽ, ഈ ബീച്ച് ഏരിയയിൽ ഒരിക്കലും ജയിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ 101 സീറ്റ് എന്നുള്ളത് 110 സീറ്റായിരുന്നെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടില്ലായിരുന്നു. അതൊരു ഡീലായിരുന്നു. പക്ഷെ ഇപ്പം ആ പ്രശ്നമില്ല. ഇനി എന്തെങ്കിലും ഡീലുണ്ടാക്കിയാലും ഞങ്ങളുടെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം വോട്ട് പിടിക്കുക.